അസ്സലാമു അലൈക്കും. മൈദിൻ്റെ വിശാലമായ കോംപ്ലക്സിലാണ് ഞാനുള്ളത്. ഇവിടെ ഒരു ഹറമൈൻ എന്ന് പേരുള്ള ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടുള്ളൊരു ഗംഭീര പ്രദർശനമൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സെയ്ദ് മാലിക് ജമലുൽ ലൈലി. ഇത് നമ്മൾ മൈദീൻ അക്കാദമി നടത്തുന്ന എക്സ്പോ ആണ്, ഹറമൈൻ അൽ എക്സ്പോ. ഇതിൽ മക്ക മദീനയുടെ എല്ലാ വിശദീകരണവും നമ്മൾ വെച്ചിട്ടുണ്ട്. അവ്വൽ ബൈത്ത് എന്ന് പറയുന്നത് ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്താണ്. ഇന്ന അവ്വല ബൈത്തി വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ എന്ന് പറയുന്ന ഒരു ആയത്ത്. ആ ഒരു ആയത്തിൽ അവ്വൽ ബൈത്ത് എന്ന് പറയുന്നത് ലോകത്തിലെ ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ ഒരു വീടെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഅബത്തുള്ളയാണ്. ആ ഒരു കഅബത്തുള്ളതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ പഠനങ്ങളുമാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഓക്കെ. കഅബയുടെ ആദ്യ ഘട്ടങ്ങൾ പറയുകയാണെങ്കിൽ ഇത് വിവിധ കാലങ്ങളിൽ വിവിധ രൂപങ്ങളിലായിട്ടുണ്ട്. അത് 10 രൂപങ്ങളാണ്. അതിൽ 3 ഘട്ടങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാഹു തആല ആദ്യം ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു സ്ഥലം ഏറ്റെടുത്തു. അതിന് അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലാഹു തആല ഭൂമിയെ സൃഷ്ടിക്കുന്നത്. ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു തആല എന്തിട്ടു മനുഷ്യരെ സൃഷ്ടിക്കാമെന്ന് കരുതിയപ്പോൾ മലക്കുകൾ അല്ലാഹു തആലയോട് ചോദിച്ചു, എന്തിനാണ് ഈ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്? അവർ തെറ്റ് ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല കോപപ്പെടുകയും അവരോട് ദേഷ്യപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് മലക്കുകൾ അവരുടെ തെറ്റിനെ തെറ്റ് ചെയ്തതിന് പാപം ചോദിക്കാൻ വേണ്ടിയിട്ടും പൊരുത്തപ്പെടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടിയിട്ട് അർശിന് ചുറ്റും ചുറ്റുകയും തവാഫ് ചെയ്തുകൊണ്ട് തൗബ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അല്ലാഹു തആല തൗബ സ്വീകരിക്കുകയും പിന്നീട് അല്ലാഹു തആല ആ പൊരുത്തപ്പെട്ട് കൊടുത്തതിന് ശേഷം അല്ലാഹു തആല ആ രീതി അനുസരിച്ച് മനുഷ്യരെ ഭൂമിയിലേക്ക് ഞാൻ വീണ്ടും അയക്കും. അപ്പോൾ അവർക്ക് നിങ്ങൾ ആ രീതിയിൽ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തവാഫ് ചെയ്യുവാനും ഒരു ഇടം വേണമെന്ന് അവരോട് അറിയിക്കുകയാണ്. പിന്നീട് മലായിക്കത്തുകൾ അവിടെ ഒരു ഭവനം സൃഷ്ടിക്കുകയും പിന്നീട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വരുമ്പോഴാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 5 തരം മലകളുണ്ട്. ലബ്നാൻ, തുരീസീന, തുരീസേത്ത, ഹിറ, ജൂതി എന്നീ മലകളിൽ നിന്നും മണ്ണുകൾ ശേഖരിച്ചുകൊണ്ട് കൂട്ടിയുണ്ടാക്കി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കഅബ ഉണ്ടാക്കി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഷീസ് നബിയുടെ കാലഘട്ടം വരികയും പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കി മക്കളോട് കൂടി ചേർന്നുകൊണ്ട് അതിലേക്ക് മണലുകൾ കുറച്ച് ചേർത്ത് കൊടുക്കുകയും ഈ കല്ലും ഒക്കെപ്പാടെ ചേർത്തുകൊണ്ട് വീണ്ടും ഒന്നുകൂടി പുനർനിർമ്മിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് നൂഹ് നബിയുടെ കാലഘട്ടം വരെ അതേ രൂപത്തിൽ തന്നെയായിരുന്നു. നൂഹ് നബിയുടെ കാലഘട്ടം വരികയും തൂഫാൻ എന്നൊരു വെള്ളപ്പൊക്കം വന്ന് തകർന്നടിയുകയും അതിനുശേഷമുള്ള കഅബയുടെ രൂപമാണ് ഈ കാണുന്ന ആ തൂഫാൻ എന്നൊരു വെള്ളപ്പൊക്കത്തിന് ശേഷം വന്നതാണ്. ഇതിൽ അജറുൽ അസ്വദ് കാണില്ല. അന്ന് അജറുൽ അസ്വദ് പറയുമ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷമാണ് അജറുൽ അസ്വദ് അറിയാൻ തുടങ്ങി. അതിനു മുമ്പ് അജറുൽ അബിയദ് എന്നായി അറിയപ്പെട്ടിരുന്നത്. ഈ അജറുൽ അസ്വദ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൽ നിന്നും എടുക്കുകയും അബി ഖുബൈസിൽ എന്നൊരു പർവ്വതത്തിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം വരുമ്പോഴാണ് തിരിച്ച് ഇതിലേക്ക് പുനർനിർമ്മിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ കാലഘട്ടം വരികയും അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു ഈ കഅബ ഒന്നും കൂടി പുനർനിർമ്മിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബിയും കൂടി ഒരു കല്ലിൻ്റെ മേലെ ഇബ്രാഹിം നബി നിൽക്കുകയും അടിയിൽ നിന്നൊരു കല്ല് ഇസ്മായിൽ നബി കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം ഓരോ സ്ഥലങ്ങളിൽ വെച്ച് ഉയർന്നതനുസരിച്ച് അല്ലാഹു തആല ഇബ്രാഹിം നബിയെ ഉയർത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കഅബയുടെ രൂപമാണിത്. ഇതിന് മേൽക്കൂര ഇല്ലാതെയും ഈ കിഴക്ക് ഭാഗത്ത് ഒരു കവാടവും പടിഞ്ഞാറേ ഭാഗത്ത് ഒരു കവാടവും കൂടി ചേർന്നിട്ടുള്ള ഒരു കഅബയുടെ രൂപമാണ് ഈ കാണുന്നത്. ഈ കിഴക്ക് ഭാഗത്തുകൂടെ ആളുകൾ വരികയും പടിഞ്ഞാറേ ഭാഗത്തുകൂടെ പോകുന്ന ഒരു രീതിയിലുള്ള കഅബയുടെ രൂപമാണിത്. ഇതിന് ഈ ഭാഗം എന്ന് പറയുമ്പോൾ കഅബയുടെ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ഇജ്റുൽ ഇസ്മായിൽ എന്ന് പറയുന്ന സംഭവം അന്ന് കഅബയോട് ചേർന്നുകൊണ്ടായിരുന്നു. അതായത് ഇസ്മായിൽ നബി ഇവിടെ വിശ്രമിച്ച ഒരു സ്ഥലമായിരുന്നത്. പിന്നീട് പണത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് അത് പിന്നീട് പുറത്തേക്ക് വരുന്നത്. പിന്നീട് ഇവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അജറുൽ അസ്വദ് ഇബ്രാഹിം നബി കൊടുക്കുകയും അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. മഹാനായ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധന കാലത്ത് 2 ഗോത്രങ്ങളാണ് ഈ അമാലിക ജനത ജുർഹും ഗോത്രം. ഈ ജുർഹും ഗോത്രം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇബ്രാഹിം നബി സ്ഥാപിച്ച കഅബയെ ചില കേടുപാടുകൾ പറ്റിപ്പിക്കുകയും അത് കാരണമായി കഅബ തകരുകയാണ് ഉണ്ടായത്. ആ തകർന്ന കഅബയെ അമാലിക ജനത വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. എങ്ങനെയാണോ ഇബ്രാഹിം നബി ആ കഅബ നിർമ്മിച്ചത് അതേ രൂപത്തിലാണ് നിർമ്മിക്കുന്നത്. പിന്നീട് ജുർഹും ഗോത്രത്തിൽ തന്നെയുള്ള നല്ല ആളുകൾ ഈ അമാലിക ജനതയിൽ നിന്നും കഅബയെ വീണ്ടും പുനഃസൃഷ്ടിക്കുകയാണ്. ഈ 2 കാലഘട്ടം കൂടി കഴിഞ്ഞാൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അജിദാദിൽ ഏറ്റവും വലിയ അജിദാദായ ഖുസൈ ബിൻ ഖിലാബ് എന്ന് പറയുന്ന മഹാനവറുകളാണ് കഅബയുടെ നിർമ്മാണം 6ാം ഘട്ടത്തിൽ തുടങ്ങുന്നത്. ഈ കഅബയുടെ താഴ്വാരങ്ങൾ ഭൂമിയോട് അറ്റു നിൽക്കുന്നത് കൊണ്ട് തന്നെ മഴ പെയ്യുകയും വെള്ളപ്പൊക്കം വരികയും ഈ കഅബയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ മഹാനായ ഖുസൈ ബിൻ ഖിലാബിൻ്റെ നേതൃത്വത്തിൽ യഥാസ്ഥാനത്തിൽ ഇബ്രാഹിം നബി നിർമ്മിച്ചതുപോലെ ഒരു കഅബയാണ് നിർമ്മിക്കുകയുണ്ടായത്. അതിനുശേഷം ക്രിസ്താബ്ദം 605 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35ാമത്തെ വയസ്സിൽ ആദ്യമായി ഖുറൈശികൾ കഅബ സൃഷ്ടിക്കുമ്പോൾ നമുക്കറിയാം
ഈ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെക്കുന്നതിനെ പറ്റി തർക്കമുണ്ടായിരുന്നു. ഈ 4 ഗോത്രങ്ങൾ തമ്മിൽ ആര് വെക്കണം, ഞങ്ങൾ വെക്കണം എന്ന് പറഞ്ഞൊരു തർക്കം ഉണ്ടാവുകയും അവിടത്തേക്ക് അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് ആദ്യം മക്കയിലേക്ക് വരുന്ന ആൾ എന്താകട്ടെ ഹജറുൽ അസ്വദ് എടുത്ത് വെക്കട്ടെ. അങ്ങനെയാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് കടന്നു വരുന്നതും. അൽ അമീൻ എന്ന സ്ഥാനപ്പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്നത്തെ കാലത്ത് വളരെ പ്രസിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഷാൾ വിരിക്കുകയും അതിൽ ഹജറുൽ അസ്വദ് വെക്കുകയും ശേഷം 4 ഗോത്രങ്ങളെ പിടിച്ച് ഹജറുൽ അസ്വദ് വെച്ചൊരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഖുറൈശികളുടെ കഅബയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് റൂഫ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അവർ ഹലാലായ ഒരു നിർമ്മാണമാണ് ഉദ്ദേശിച്ചത്. അതായത് കൊണ്ട് തന്നെ അവരെ ഈ പണി ഇവിടെ എത്തുമ്പോഴത്തേക്കും അവരുടെ സംഖ്യ അവരുദ്ദേശിച്ച പൈസ കഴിഞ്ഞുപോയി. ലേശം ഈ ഇബ്രാഹിം നബി നിർമ്മിച്ച ആ ഒരു ആർച്ച് ഇവർക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. പകരം അതിൻ്റെ ഒരു തറ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ഡോറിൽ നിന്ന് 1 ഡോറിലേക്കാണ് ഖുറൈശികൾ കഅബ സ്ഥാപിക്കുമ്പോൾ ഉണ്ടായത്. അത് തന്നെ തറയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക്. ഈ കഅബക്കുള്ളിൽ നിധി ഉണ്ടായിരുന്നു. ഈ നിധി ആരും എടുക്കൂല എന്നുള്ളൊരു വിശ്വാസം മക്ക മുശ്രിക്കുകളുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ളൊരു സംഗതിയാണ്. ആ ഒരു വിശ്വാസം മുതലെടുത്തുകൊണ്ട് ചില കള്ളന്മാർ ഈ നിധിയെ മോഷ്ടിക്കാൻ വരികയും അവരെ വെക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ നല്ല റൂഫും വെച്ചു. കഅബയിൽ നിന്ന് അടിവാരത്തായിരുന്നു, നമുക്കറിയാം, ശ്രദ്ധിച്ചാൽ അടിഭാഗത്തായിരുന്നു ഇബ്രാഹിം നബിയുടെ കവാടം ഉണ്ടായത്. അത് കുറച്ച് പൊക്കി മുകളിലേക്ക് മാറ്റി നല്ല ഉറപ്പുള്ള ഒരു ഡോറാക്കി. 2 കിഴക്ക് പടിഞ്ഞാറെന്ന് മാറ്റിയിട്ട് കിഴക്കിലേക്കുള്ള ഒരു ഡോറാക്കി. ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഹജറുൽ അസ്വദിന് ബ്ലാക്ക് നിറമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഇബ്രാഹിം നബീൻ്റെ കാലത്തെ ഹജറുൽ അസ്വദ് വൈറ്റ് നിറമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബി ഖുബൈസ് എന്ന പർവ്വതത്തിൽ സൂക്ഷിച്ച കല്ല് പുനഃസ്ഥാപിക്കുകയും ശേഷം ആ കല്ലുകൾ ഇങ്ങനെ പോകുന്നത് മക്ക മുശ്രിക്കുകളുടെ അടുത്താണ്. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടമൊക്കെ അതിൻ്റെ. അപ്പോൾ ഈ ഖുറൈശ് ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ട് ഇവർ ചുംബിച്ചത് കൊണ്ടാണ് കറുത്തത് എന്ന് ഒരു പറ്റം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അല്ല, മുഅ്മിനീങ്ങൾ തന്നെ അവരുടെ പാപക്കറകൾ കൊണ്ട് കറുത്തതാണെന്നും മറ്റു പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്താണ് പിന്നീട് ഒരു കഅബ പുതുക്കി പണിയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പുതുക്കി പണിയാനുണ്ടായ പശ്ചാത്തലം എന്താണെന്ന് വിചാരിച്ചാൽ ഖുറൈശികളുണ്ടായ കഅബകൾ ഒരു തീപിടുത്തത്തിൽ നശിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എങ്ങനെയാണോ ഇബ്രാഹിം നബി കഅബ നിർമ്മിച്ചത് ആ ഒരു രീതിയിലേക്ക് നിർമ്മിക്കണം എന്നുള്ള താല്പര്യമായിരുന്നു അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന സംഗതി ഉണ്ടായിട്ടില്ല. ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ നേരത്തെ കണ്ട ഹിജർ ഇസ്മായിൽ സംഗതി അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്, നീളം കൂടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു വാതിലാക്കിയെന്ന് പറഞ്ഞു, പക്ഷേ ഇബ്രാഹിം നബി എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ 2 വാതിലുകൾ ഇതിന് വന്നിട്ടുണ്ട്. ഇതിനൊരു സ്വർണ്ണ കീ കൂടി മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിർമ്മിച്ചിട്ടുണ്ട്. കാര്യമായ വർക്കുകൾ ഇതിൻ്റെ ഒരു നീളം കൂട്ടി 2 ഡോറാക്കി എന്നുള്ളതാണ്. അത് കൂട്ടി. അതായത് ആ ആർച്ച് രീതിയിൽ വന്നിട്ടില്ല, ഒക്കെ സ്ക്വയർ രൂപത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നീട് ഹജ്ജാജ് ബിൻ യൂസുഫാണ് കഅബയെ പുതുക്കി പണിയുന്നത്. ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ താല്പര്യം എന്താണെന്ന് വിചാരിച്ചാൽ കഅബ ഖുറൈശികൾ ഏത് രീതിയിലാണോ നിർമ്മിച്ചത് ആ രീതിയിലേക്ക് നിർമ്മിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഹിജർ ഇസ്മായിൽ പുറത്ത് വരുന്ന രൂപത്തിൽ കഅബക്ക് വീണ്ടും ഒരു ഡോറിലേക്ക് വന്നു. 2 ഡോറിൽ നിന്ന് ഒരു ഡോറിലേക്ക് അവർ നിർമ്മിച്ചു. അതുപോലെ തന്നെ ഈ കല്ലുകൾക്ക് വളരെയധികം കുറവായിരുന്നു, ഒരു ശക്തി കുറവായതുകൊണ്ട് തന്നെ ഈ കല്ലുകളെ പുതുക്കി പണിയാനാണ് മഹാനായ സുൽത്താൻ മുറാദ് നാലാമൻ എന്ന് പറയുന്ന മഹാനവറുകൾ ഈ കഅബയെ ഒന്ന് പുതുക്കി പണിതു. നല്ല ഉറപ്പുള്ള കല്ലുകൾ വെച്ച് കുറച്ച് ഹൈറ്റ് കൂട്ടി എന്നുള്ളതിനാണ് മഹാനായ സുൽത്താൻ മുറാദ് നാലാമൻ ചെയ്ത ഒരു കാര്യം. അതിനുശേഷം ഈ കഅബയാണ് പിന്നീട് ഫഹദ് രാജാവിൻ്റെ കാലത്ത് ചെറിയ ചെറിയ അപ്ഡേറ്റ്സുകൾ വന്ന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഇന്ന് നിലവിൽ കാണുന്ന കഅബ. നമ്മൾ നിലവിൽ എത്തി നിൽക്കുന്നത് ഈ ഒരു കഅബയിലാണ്. നമുക്ക് കാണാൻ കഴിയുന്നത്, മക്കത്ത് പോയിട്ട് കാണാൻ കഴിയുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള കഅബയിലേക്കാണ്. ഈ കഅബ മഹാനായ സുൽത്താൻ നാലാമൻ എന്നുള്ളവരെ കഅബയിൽ നിന്ന് ചെറിയൊരു അപ്ഡേറ്റ്സ്, ഫഹദ് രാജാവാണ് ഈ ഒരു രൂപത്തിലേക്ക് ഇത്തരം കില്ലകളും സ്വർണ്ണമായിൽ നിർമ്മിച്ച കില്ലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫഹദ് രാജാവിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഡെവലപ്പ് കഅബക്ക് വരുന്നത്. ഇവിടെ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സംഗതി. ഇത് പ്രധാനമായി സൂചിപ്പിക്കുന്നത് നമുക്ക് തവാഫ് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ്. നമുക്കറിയാം കഅബയുടെ 4 മൂലകളും ഒരുപോലെയാണ്. അപ്പോൾ തവാഫിനായിട്ടൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു അടയാളം എന്നിടത്തോളം ഈ ഹജറുൽ അസ്വദിനെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് എല്ലാ കാലത്തും. അപ്പോൾ ഈ ഹജറുൽ അസ്വദിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കുറച്ച് വിട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഹജറുൽ അസ്വദിനെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ലൈറ്റ് ഉണ്ട്. ഈ ഗ്രീൻ ലൈറ്റിനെയും ഈ ഹജറുൽ അസ്വദിനെയും അടിസ്ഥാനമാക്കി ഇതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ടാണ് തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹജറുൽ അസ്വദിന് പ്രത്യേകിച്ച് ചില ആൾക്കാർ ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് മൊത്തം ഹജറുൽ അസ്വദാണ്, അല്ല ഈ ബ്ലാക്ക് മാത്രം ഹജറുൽ അസ്വദാണെന്ന് ധരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത് ഒരു വെള്ളിയാണ്. ഇതിൻ്റെ ഈ ഹജറുൽ അസ്വദ് നമുക്കറിയാം
ഈ ഫോട്ടോയിൽ നമുക്ക് കാണുന്നത് ഒരു റെഡ് കളറ്, അതിൽ നിന്ന് തന്നെ 7 പൊട്ടുകളാണ് നിലവിൽ ഹജറുൽ അസ്വദിന് ഇപ്പോൾ നമ്മളെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഒരു സംഗതി എന്ന്. അതുപോലെ തന്നെ ഈ മൊത്തത്തിൽ ഈ കില്ലയുടെ വർക്കുകളൊക്കെ സ്വർണം കൊണ്ടാണ്. ഈ കഅബയുടെ വാതിൽ നമുക്കറിയാം ഫുള്ളും സ്വർണ്ണത്തിലുള്ള മെറ്റീരിയലുകൾ കൊണ്ടാണ്. ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ഇബ്രാഹിം മക്കാമാണ്. ഇബ്രാഹിം മക്കാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടിയാണല്ലോ കഅബ ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ലുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലുകൾ പടുത്തി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഉയരത്തിലേക്ക് എത്തുവാൻ വേണ്ടി സ്വാഭാവികമായി നമ്മളൊരു കല്ല് വെച്ചിട്ടായിരുന്നു അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് മുകളിൽ കയറിയാണ് കല്ലുകൾ പടുത്തി ഉയർത്തിയിരുന്നത്. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന കല്ലിനാണ് ഇബ്രാഹിം മക്കാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യ രൂപം എന്ന് വെച്ചാൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു രൂപത്തിലായിരുന്നു ആദ്യത്തെ ഇബ്രാഹിം മക്കാം ഉണ്ടായിരുന്നത്. ഇത് 1967 വരെ ഈ ഒരു രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ഭരണാധികാരിയായ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരാണ് ഈ ഒരു ബോക്സ് രൂപത്തിലേക്കാക്കുന്നത്. ഈ ഒരു ബോക്സിന് പറയുന്ന പേരാണ് ഗോൾഡ് ക്രിസ്റ്റൽ ബോക്സ്. ഇതാണ് 2 ഇബ്രാഹിം മക്കാമുകൾ, 2 കാൽപാദങ്ങൾ. അപ്പോൾ ഒരു സംശയമാണ് എന്ത്, കാൽപാദമുണ്ട്, കാൽ വിരലുകൾ കാണുന്നില്ല എന്നുള്ളത്. അതായത് പണ്ടുകാലങ്ങളിൽ ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പിന്നീട് വരുന്ന തലമുറക്ക് ഇത് കാണണമല്ലോ. അന്നത്തെ ഭരണാധികാരി ഇത് സൂക്ഷിക്കാൻ വേണ്ടി ഒരു കവച രൂപത്തിലുള്ളൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇതിനടിയിലായിട്ടാണ് വിരലുകൾ ഉള്ളത്. ഇതാണ് ഹിജ്ർ ഇസ്മായിൽ. ഹാജറ ബീബി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് വേണ്ടി ഒരു വിശ്രമത്തിന് ഒരു സൗകര്യം ഒരുക്കിയതായിരുന്നു. അതിനെയാണ് ഹിജ്ർ ഇസ്മായിൽ എന്നറിയപ്പെടുന്നത്. ഇവിടെ നിസ്കരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നിസ്കരിക്കുന്നത് ഒരേ പ്രതിഫലമാണെന്ന് ഇബ്നു ജൗസി ഇമാം അത്തബ്സീർ രേഖപ്പെടുത്തിയതായി കാണാം. പിന്നെ ഇക്കാണുന്ന മീസാബ്, ഇതിൻ്റെ നേരെ ഡയറക്ഷൻ കിബിലത്തുൽ കിബില. ഈ മീസാബിൻ്റെ അടിയിൽ നിന്ന് ദുആ ചെയ്ത് അത് ഇജാബത്തുള്ള ദുആ എന്ന് ആയിഷ റളിയല്ലാഹു മുസ്ലിമിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം. പിന്നെ ഈ മീസാബ് എന്നുള്ളത് 99.99% സ്വർണ്ണവും ഒരു അംശം വെള്ളി. അതിൻ്റെ ഉൾഭാഗം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ തേക്ക് കൊണ്ട് നിർമ്മിച്ചതെന്നായി കാണാം. പിന്നെ ഈ കഅബ ഇടയ്ക്ക് വെച്ച് സംസം വെള്ളം കൊണ്ട് കഴുകാറുണ്ട്. പിന്നെ ഈ കഅബയുടെ അകത്തും പുറത്തും നിസ്കരിച്ച ഒരേ പ്രതിഫലം എന്ന് നമുക്ക് കാണാം. ഇബ്നു ജൗസിൻ്റെ അത്തബ്സീർ രേഖപ്പെടുത്തിയതായി കാണാം. നമുക്കറിയാം മക്കയിൽ മദീനയിലേക്ക് എത്തുന്നവരെ മഹാനായ അബ്ദുൽ മുത്തലിബൊക്കെ സംസം വെള്ളം കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ എത്തുന്ന നിങ്ങളെയും നമ്മൾ സംസം വെള്ളം കൊടുത്ത് സ്വീകരിക്കുകയാണ്. കിബിലക്ക് മുന്നിട്ട് ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ്. ഇത് കഅബയുടെ കില്ലയാണ്. ഇത് ഓരോ മുഹറം മാസത്തെയും സ്വീകരിച്ചുകൊണ്ട് ഓരോരോ പുതിയ കിസ്വകളെ കൊണ്ടുവരാറുണ്ട്. അപ്പം മുമ്പുള്ള കിസ്വകളെ ഓരോ പണ്ഡിതന്മാർക്ക് വിതരണം ചെയ്യും. അങ്ങനെ കുറച്ച് അതിൻ്റെ കഷ്ണങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. മുമ്പുള്ള വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട ശൈഖുന ഖലീൽ തങ്ങൾക്ക് വിതരണം ചെയ്ത 4 കിസ്വകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് തുന്നിയിട്ടുള്ളത് സ്വർണം കൊണ്ടാണ്. ഈ ഭാഗങ്ങളൊക്കെ തുന്നിയിട്ടുള്ളത്. ഈ കാണുന്ന ഭാഗം വെള്ളി കൊണ്ടാണ് തുന്നിയിട്ടുള്ളത്. ഏകദേശം 1 വർഷത്തോളം ആളുകൾ 200ഓളം ആളുകൾ തൊഴിലെടുത്തിട്ടാണ് ഇത് നിർമ്മിക്കാറുള്ളത്. അതുപോലെ തന്നെ അത് പണ്ട് കാലത്ത് കൊണ്ടുവരുന്ന ചിത്രങ്ങളാണ് ആ കാണുന്നതും, തുന്നുന്നതായ ചിത്രങ്ങളൊക്കെയാണ് ആ കാണുന്നത്. കഅബയിൽ ടോട്ടലായിട്ട് ഈ സ്വർണം കൊണ്ട് തുന്നിയത് ഏകദേശം 120ഓളം കിലോഗ്രാം ഉണ്ട്. ഇത് 1 വർഷത്തോളം കഅബയിൽ കിടന്നിരുന്ന കിസ്വയാണ്. നിങ്ങൾക്ക് കഅബൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ഇതുണ്ടാവും. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ ഖുറൈശികളുടെ കാലത്താണ് മേൽക്കൂരയും അതേപോലെ തന്നെ വാതിലും കാര്യങ്ങളൊക്കെ വരുന്നത് കഅബയ്ക്ക്. കഅബൻ്റെ ഉള്ളിൽ കാണുന്ന 3 തൂണും ഇന്ത്യയിൽ നിന്നുള്ള തേക്ക് മരത്തിൽ നിന്നാണെന്ന്, തേക്ക് തടി കൊണ്ടാണെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഓരോ തൂണും 9 മീറ്റർ നീളവും അതുപോലെ തന്നെ 44 സെൻറ്റിമീറ്റർ വ്യാസവും ഉണ്ട്. ഓരോ 2 തൂണുകൾക്ക് ഇടയിലും 2.35 മീറ്ററാണ് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് ഈ ഒരു പെട്ടി എന്നുള്ളത്. ആ പെട്ടിയാണ് കഅബൻ്റെ ഉള്ളിലെ ശുചീകരണ സാമഗ്രികളൊക്കെ എടുത്തേക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ സാധനമൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന പെട്ടിയാണ്. അപ്പോൾ കഅബ വർഷത്തിലൊരിക്കലേ തുറക്കലുള്ളൂ. കഅബയ്ക്ക് 4 മൂലയുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യമായി ഈ ഹജറുൽ അസ്വദുള്ള മൂലയ്ക്ക് പറയുന്നതാണ് റുക്കൂനുൽ അസ്വദ് അല്ലെങ്കിൽ റുക്കൂനുൽ ഹിന്ദ് എന്ന് പറയും. ഇന്ത്യയുടെ ഭാഗത്തേക്കുള്ള ഇത് അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗമാണ് റുക്കൂനുൽ യമാൻ എന്ന് പറയുന്നത്, യമൻ്റെ ഭാഗം. പിന്നെ കാണുന്നത് റുക്കൂനുൽ ഷാം, അതായത് സിറിയയുടെ ഭാഗം. പിന്നെ കാണുന്നത് റുക്കൂനുൽ ഇറാഖിൻ്റെ ഭാഗത്തേക്കുള്ള. ഇതാണ് 4 ഭാഗം. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ കഅബയ്ക്ക് മേൽക്കൂര എന്ന് പറഞ്ഞല്ലോ. മേൽക്കൂര മൊത്തം മാർബിളാണ്. 5050 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ മാർബിൾ കൊണ്ടാണ് കഅബയുടെ മേൽക്കൂര ഇതാക്കിയിരിക്കുന്നത്. ആ മേൽക്കൂര താങ്ങുന്നതാണ് ഈ 3 തൂണുകൾ. ഈ തൂണുകൾക്കിടയിൽ കാണുന്ന അലങ്കാരമായി കാണുന്നെങ്കിലും
പണ്ട് കാലത്ത് ഓട്ടോമൻ അതേപോലെ തന്നെ മമാലുക്കി ഭരണാധികാരികളുടെ കാലത്ത് അവർ സ്ഥാപിച്ച വിളക്കുകളാണിത്. അതിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ സൗദി അറേബ്യയിലെ റഷീദ് മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കാബിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ കിസ്വയുണ്ട്. അതായത് പച്ച നിറത്തിലുള്ള കിസ്വയാണ്. ഈ ചുമരിന് മോളിട്ട് വാതിൽ ഇതാണത്. പിന്നെ ഇത് പ്രത്യേകമായും കാബക്കുള്ളിൽ വെള്ള മാർബിൾ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിരുന്ന പറയപ്പെടുന്ന അടയാളപ്പെടുത്തിയ ഭാഗമാണ്. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം ഒരു ബോക്സ് രൂപം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്താ ഒരു പുറത്ത് നിങ്ങൾ തള്ളി നിൽക്കുന്ന രൂപം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതാണ് ബാബു തൗബ എന്ന് പറയപ്പെടുന്ന വാതിലുള്ളതാണ്. ആ വാതിൽ തുറന്നാൽ നമുക്ക് നേരെ കാബയുടെ മേൽക്കൂരയിലേക്ക് എത്താൻ പറ്റും. അതിനായി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഗോവണിയാണ് മേലോട്ടുള്ളത്. അതിനുള്ള ഒരു വാതിലാണ് ഇത്. നമ്മളിവിടെ വെച്ചിട്ടുള്ളത് കിബില കണ്ടെത്താനുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. അത് നമ്മൾ നിഴൽ കൊണ്ട് കിബില കണ്ടെത്തും. അതാണ് നമ്മൾ ദായിറത്തുൽ ഹിന്ദിയ എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് നമ്മൾ നക്ഷത്രങ്ങൾ കൊണ്ട് കിബില കണ്ടെത്തും, കിബിലാൻ്റെ ഡയറക്ഷൻ. പിന്നെ തേർഡ് നമ്മൾ റുബോൾ മുജയ്യബ് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ ഓൾഡസ്റ്റ് മോഡൽ കൊണ്ട് കിബില കണ്ടെത്തും. പിന്നെ മാഗ്നറ്റിക് കോമ്പസ് കൊണ്ട് നമ്മൾ കിബില കണ്ടെത്തുന്നതാണ്. പിന്നെ നമ്മൾ മൈദീനിൽ ഉസ്താദായിരുന്ന ഒരു അഗത്തി ഉസ്താദിൻ്റെ കിബില ഈക്വേഷൻ കൊണ്ട് നമ്മൾ കിബില കണ്ടെത്തും. ഇങ്ങനെ 5 സിസ്റ്റങ്ങൾ കൊണ്ടാണ് നമ്മൾ കിബില കണ്ടെത്തുന്നത്. വിശുദ്ധ കാബയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട വിവരങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചത്. ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.